മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഡാറ്റയെ നമ്മൾ ആൽഫ ന്യൂമറിക്കൽ കോഡ്സ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നത് മുതൽ അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മെഡിക്കൽ ഡാറ്റ, നമ്മൾ കേസ് റെക്കോർഡ് എന്നൊക്കെ പറയുന്നത്, ആ കേസ് റെക്കോർഡിലെ ഡാറ്റാസ് മുഴുവൻ ആൽഫ ന്യൂമറിക് കോഡ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഡാറ്റയിൽ നമുക്ക് ആ പേഷ്യന്റിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ മുതൽ പേഷ്യന്റിന് എന്തൊക്കെ അസുഖങ്ങൾ വന്നു, പേഷ്യന്റിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, ദാറ്റ് മീൻസ് നമ്മൾ എന്തൊക്കെ സർജറീസ് ആൻഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസ് അവിടെ ചെയ്തു, പ്ലസ് മെഡിസിൻസ്, ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡാറ്റയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോഡ്സ് ആക്കി മാറ്റുകയാണ് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എന്നൊരു പ്രോസസ്സിനെയാണ് നമ്മളൊരു 3 മാസം കൊണ്ട് ഒരു കോഴ്സ് എന്ന രൂപത്തിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ്ലി പഠിക്കുന്നത് ഒരു മെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് നമുക്ക് അതിന്റെ മെഡിക്കൽ ടെർമിനോളജി, അതായത് അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു മെഡിക്കൽ ഡാറ്റയിൽ നമുക്ക് അസുഖങ്ങളെ കുറിച്ചായിരിക്കും പൂർണ്ണമായും ഉണ്ടാവുക. അപ്പോൾ ആ അസുഖങ്ങളെ കുറിച്ച് കോഡ്സ്, അസുഖങ്ങൾക്ക് കോഡ് കൊടുക്കുന്ന സബ്ജക്റ്റ് ആണ് ICD എന്ന് പറയുന്ന സബ്ജക്ട്. അതുകൂടാതെ നമുക്ക് ആ പേഷ്യന്റ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ ഇന്റർവെൻഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ലാബ് ടെസ്റ്റുകൾ, ഇതിനൊക്കെ കൊടുക്കുന്ന കോഡ്സ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആണ് CPT എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് മെഡിക്കൽ എത്തിക്സ്, അതായത് ഒരു മെഡിക്കൽ കോഡറിന് വേണ്ട എത്തിക്സ് പഠിപ്പിക്കുന്ന HIPAA എന്ന് പറയുന്ന സബ്ജക്റ്റും, അത് കൂടാതെ വരുന്ന വേറൊരു സബ്ജക്റ്റാണ് HIPICS. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.